വോട്ടെടുപ്പിനിടെ നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിലെ കുറുമ്പലങ്ങാട് LDF UDF സംഘർഷം. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള LDF പ്രവർത്തകർ പ്രദേശത്ത് തുടരുകയും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതോടെ പോലീസ് എത്തി ഇരുവരെയും പിരിച്ചുവിട്ടു. അനന്തു ചേരുന്നുണ്ട്. അനന്തു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൈമ, രാവിലെ മുതൽ തന്നെ പൊതുവെ സമാധാനപരമായിട്ടായിരുന്നു നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അല്പസമയത്തിന് മുൻപാണ് ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ടായത്. ഈ നിലമ്പൂർ മണ്ഡലത്തിലെ തന്നെ ചുങ്കത്തറ പഞ്ചായത്തിലെ കുറുമ്പലങ്ങാടാണ് ഒരു ചെറിയ സംഘർഷം LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായത്. ഇവിടെ ഈ മണ്ഡലത്തിന് പുറത്തുള്ള രണ്ട് LDF പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയും പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഈ കൊട്ടിക്കലാശം കഴിഞ്ഞ ഉടൻ തന്നെ മണ്ഡലത്തിന് പുറത്തുള്ള പ്രവർത്തകരും നേതാക്കളും എല്ലാം പുറത്തു പോകേണ്ടതാണ്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് രണ്ട് LDF പ്രവർത്തകർ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ തുടരുകയും ഈ കുറുമ്പലങ്ങാട് ഭാഗത്തുള്ള ചില വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും LDFന് വേണ്ടി വോട്ട് പിടിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണത്തെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയത്. ഇതിനിടെ ഈ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് എത്തി ഇരുഭാഗത്തെയും പ്രവർത്തകരെ പിരിച്ചുവിട്ടു. രണ്ട് LDF പ്രവർത്തകർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ സംഘർഷമുണ്ടായി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലും ചെറിയ രീതിയിലൊരു തർക്കം അല്പസമയം മുൻപുണ്ടായിരുന്നു. ഈ കാഴ്ചപരിമിതിയുള്ള ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ എത്തുകയും അദ്ദേഹത്തിന്റെ ബന്ധു ഈ വോട്ട് ചെയ്യാൻ സഹായിക്കണം എന്ന് ഈ പ്രിസൈഡിംഗ് ഓഫീസറോട് പറഞ്ഞു. പക്ഷേ എന്നാൽ ഈ ബൂത്തിനകത്തുണ്ടായിരുന്ന LDFന്റെ ഏജന്റ് അത് അനുവദിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ചെറിയ വാക്കുതർക്കമുണ്ടായി, ചെറിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം ഈ വ്യക്തി ഒറ്റയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ തുടർന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കമാണ് ഉണ്ടായത്. കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ സംഘർഷത്തിനുള്ള സാധ്യത അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായത്. അദ്ദേഹം വോട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. എന്തായാലും പൊതുവെ സമാധാനപരമാണ് തിരഞ്ഞെടുപ്പ്. ഈ രണ്ട് ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം ഒഴിവാക്കി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഭംഗിയായി പുരോഗമിക്കുന്നു. നല്ല രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൈമ, ശരി അനന്തു. വിവരങ്ങൾ നൽകിയത് VS അനന്തു ആയിരുന്നു.